അപ്പോൾ ഈ ജലജ ശരിക്കും ഈ അച്ഛനോടൊപ്പം അമ്മയുടെ കുടുംബവും താമസിച്ചും വിദേശത്തായിരുന്നു ആലോചിക്കണം. ശരിക്കും അവിടെ നിന്ന് വന്നു, നാട്ടിൽ വന്നു, നാടകത്തിൽ അഭിനയിച്ചു കോളേജിൽ പഠിക്കുമ്പോൾ. പിന്നെ അവിടെ നിന്ന് ആ നാടകം കണ്ടിട്ടാണ് തമ്പു എന്നുള്ള സിനിമയിലേക്ക് അഭിനയിക്കാൻ അരവിന്ദനെ തമ്പിലേക്ക് വിളിച്ചത്. തമ്പു സിനിമ കണ്ടിട്ടാണ് ബാലചന്ദ്രമേനോൻ തൻ്റെ രാധ എന്ന പെൺകുട്ടി ഈ സിനിമയിലേക്ക് രാധ ആയി അഭിനയിക്കാൻ ജലജയെ ക്ഷണിച്ചതെന്ന് ആലോചിക്കണം. അതിൻ്റെ കാര്യം അന്ന് അത് വളരെ പ്രശസ്തമാണെന്ന് ആലോചിക്കണം. അത് ജലജ തന്നെ ഒരിതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ദിവസം ഈ മേനൻചോട്ടൻ എൻ്റെ വീട്ടിലേക്ക് എന്നെ കാണാൻ വന്നപ്പോൾ, അന്ന് അദ്ദേഹം ഒരു ഉത്രാടരാത്രി എന്നുള്ള സിനിമയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വന്നപ്പോൾ പറഞ്ഞു, രാധേ രാധേ ഞാൻ രാധയെ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ രാധേ രാധേ എന്ന് വിളിച്ചപ്പോൾ ജലജ പറഞ്ഞു, മേനോൻ ചേട്ടാ എൻ്റെ പേര് ജലജ എന്നാണെന്ന് പറഞ്ഞപ്പോൾ, അതല്ല, ഞാൻ എൻ്റെ ജലജയെ എൻ്റെ രാധയെ കണ്ടെത്തി, ആ രാധ എന്ന പെൺകുട്ടിക്ക് പറ്റിയ നടിയെ കണ്ടെത്തി എന്നുള്ള സന്തോഷം മേനോൻ എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയാണ് ആ പടത്തിൽ ജലജ ശരിക്കും സ്കോർ ചെയ്തു. ഇന്ന് എത്ര സിനിമയിൽ അഭിനയിച്ചാലും ഈ രാധ എന്ന പെൺകുട്ടിയിലുണ്ടാക്കിയ ഇമേജ് വളരെ വലുതായതെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ പടിപടിയായി ഓരോ സിനിമയിൽ അഭിനയിക്കുന്നു. ഒരിക്കൽ സംസാരിച്ചപ്പോൾ ജലജ ഒരു കാര്യമുണ്ട്. ഞാൻ 2 സംവിധായകരുടെ, അതായത് അരവിന്ദൻ സാറിൻ്റെയും അടൂർ സാറിൻ്റെയും സിനിമയിൽ ഒരേ അഭിനയിക്കേണ്ടി വന്നപ്പോൾ 2 മുഹൂർത്തങ്ങളാണെന്ന് ആലോചിക്കണം. അപ്പോൾ അരവിന്ദൻ സാറിൻ്റെ